വരുമ്പോൾ. ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛന് പണി കാണത്തില്ല, അപ്പോൾ ഇന്ന് കിടന്നുറങ്ങാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഒരു 6 മണി ആയപ്പോഴത്തേക്ക് അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിന്ന് പണിയുണ്ട്, ചോറും തന്നു വിടണമെന്ന്. അയ്യോ, ഞാൻ എങ്ങനെ റെഡിയാക്കാനാണ്? കാരണം തലേന്നേ നമ്മളൊന്നും വിചാരിച്ചില്ലല്ലോ ഇന്ന് പിറ്റേന്നത്തേക്ക് എന്തെങ്കിലും വെക്കണമെന്ന്. ഞാൻ സാധാരണ അങ്ങനെയാണ്, തലേ ദിവസം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് കിടക്കും, അപ്പോൾ പിറ്റേന്ന് നമുക്ക് പണി എളുപ്പമായിരിക്കും. അല്ല രാവിലെ എണീറ്റ് ഇങ്ങനെ ഇരിക്കേണ്ടി വരും, എങ്ങനെ ഈ പണിയെല്ലാം ചെയ്യും, എന്താണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. പിന്നെ അധികം സമയം ആലോചിച്ചിരിക്കാനില്ലാത്തതുകൊണ്ട് തട്ടിക്കൂട്ടൊരു ചോറ് കൊടുപ്പായിരുന്നു ഇന്നത്തെ. ആദ്യം ഞാൻ നല്ലപോലെ ചോറ് തിളപ്പിച്ചൂറ്റിയേ, കാരണം രാവിലെ വെക്കാനുള്ള സമയം കിട്ടില്ല. തലേന്നത്തെ ചോറെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതെന്തായാലും ബാക്കിയായി കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മുടെ കോവയ്ക്ക ഓടിപ്പോയി പിച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ വെച്ച്. ഇതൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം രാവിലെ സമയമില്ലാഞ്ഞുകൊണ്ട് ഇത് തന്നെ ഞാൻ പിന്നെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഇത് മാത്രം എടുത്തത്. കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ച് കഴിഞ്ഞ് എല്ലാവരും എന്നോട് ചോദിക്കും എന്താ അച്ഛന് മുളക് ചമ്മന്തി കൊടുത്തു വിടുന്നത്, മുളക് ചമ്മന്തി. അപ്പോൾ അച്ഛൻ ഈ മുളക് ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം കഴിക്കാൻ. തേങ്ങാ ചമ്മന്തിയോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് എപ്പോഴും അച്ഛന് മുളക് ചമ്മന്തി നമ്മൾ കൊടുത്തു വിടുന്നത്. അല്ലാതെ എനിക്ക് തേങ്ങ അരച്ച് തിരുമ്മി അരയ്ക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും കൊണ്ടല്ല കേട്ടോ. അച്ഛന് ഈ തേങ്ങാ ചമ്മന്തിയെക്കാട്ടി മുളക് ചമ്മന്തിയാണ് ഇഷ്ടം, അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ ഓർത്ത് മുളക് ചമ്മന്തി വെക്കുന്നില്ല, പകരം അച്ഛന് തേങ്ങാ ചമ്മന്തി തന്നെ വെക്കാമെന്ന് വിചാരിച്ച് തേങ്ങാ ചമ്മന്തി അച്ഛന് കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് തിരുമ്മിയതുകൊണ്ട് തേങ്ങാ ചമ്മന്തി ഇച്ചിരി കുറവായോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. പിന്നെ ഞാനത് വെച്ച് കൊടുത്തു, കാരണം നമുക്ക് ഒത്തിരി സമയമില്ലല്ലോ. ഇതൊക്കെ റെഡി ആക്കിയപ്പോൾ തന്നെ 7:15 7:30 ആകുമ്പോൾ അച്ഛൻ പോകും. ഇതെനിക്ക് മിനിയപ്പച്ചി അച്ചാർ ഇട്ടുകൊണ്ട് തന്നെയാണേ. അപ്പച്ചിയുടെ അച്ചാർ എൻ്റെ പൊന്നു മക്കളെ കിഡിലും ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ കുപ്പി ഇപ്പോൾ കാലിയാവാറാവുന്നുണ്ട്, പെട്ടെന്നായിരുന്നു തീർന്നത്. ഇനി ആ കാണുന്ന അത്രേ ഉള്ളൂ, അത് എന്തായാലും 2-3 ദിവസം കൂടെ ഓടും. ഈ അച്ചാർ വന്നതിന് ശേഷം ആർക്കും കറി വേണ്ട, അച്ചാർ മാത്രം മതി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മുട്ട വറുത്തയും കൂടെ ആയിട്ട് ഞാൻ പാത്രം അടച്ച്, കാരണം തട്ടിക്കൂട്ടാണെങ്കിലും ഒരു പാത്രം തുറക്കുമ്പോൾ ഒരു മുട്ടയും ചമ്മന്തിയും മെഴുക്ക് വരട്ടിയും അച്ചാറും ഒക്കെ കാണുമല്ലോ. ഇന്നാണെങ്കിൽ എനിക്കൊരു കല്യാണമുണ്ട്, അതിനുവേണ്ടി പോവുകയാണേ. ആദ്യക്കാട്ടുകുളങ്ങര വെച്ചായിരുന്നു കല്യാണം. അപ്പോൾ ഇതാണ് ചെക്കൻ ഇങ്ങനെ വന്ന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കല്യാണം കാണാൻ വേണ്ടി. ഇത് പിന്നെ ഫൗസിയാക്കയുടെ കുഞ്ഞാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് അടിച്ചു പൊളിച്ചൊരു കല്യാണമായിരുന്നു. പിന്നെ ഇവിടെ കുറേ നേരം ഇരുന്നിട്ടാണ് ചെക്കനകത്തോട്ട് കയറിയത്. അതുവരെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കണ്ട് ഇങ്ങനെ ചടങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. ഇത് പിന്നെ എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ്, പുള്ളിക്കാരി ഭയങ്കര സ്നേഹമാണ്. ഇവളെ ഞാൻ പ്രത്യേകത ഒപ്പിയെടുത്തതാണ് കേട്ടോ. ഇവളുടെ ഓരോ ചലനങ്ങളും കണ്ടിട്ട് എന്ത് തോന്നും. അസലാണ്, എൻ്റെ പെങ്ങളാണ് അവൾ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഫാമിലിയിലെ ഒരു കല്യാണം ആയതുകൊണ്ട് നമുക്ക് ഫാമിലിയിൽപ്പെട്ട കുറച്ച് ആൾക്കാരും മാത്രമേ ഉള്ളൊരു കല്യാണം, വലിയ കല്യാണമൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ കല്യാണ ചടങ്ങുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മുത്തുമണീസ് കുട്ടിമണീസൊക്കെ നമ്മുടെ ഇടയ്ക്ക് വന്നിരുന്ന് കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഇതൊക്കെ പിന്നെ അവളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവളുമാരെല്ലാവരും ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു സൈഡിൽ മാറി ഒതുങ്ങിയിരുന്ന്. അങ്ങനെ പെണ്ണും ചെക്കനും വന്ന് അങ്ങനെ കല്യാണം ഇങ്ങനെ നടക്കുകയാണേ. ഇതിനു വേണ്ടിയായിരുന്നു വെയിറ്റിങ്. അത് കഴിഞ്ഞ് നമുക്കറിയാമല്ലോ ഫുഡ്. അപ്പം ഇവള് നന്ദു ഇറങ്ങുന്നതിന് അക്ക പെട്ടെന്ന് അവളെ വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ച് ചടിച്ച് ഇറക്കി. ഞങ്ങളെല്ലാവരും കൂടെ എന്നിട്ട് ആഡിറ്റോറിയത്തിൻ്റെ താഴോട്ട് ചെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി. പിന്നെ ഒരു പ്രത്യേകതയാണ്, ഈ കല്യാണത്തിന് ബിരിയാണിയാണ്, അതാണ് നമ്മുടെ ഹൈലൈറ്റ്. സദ്യ കണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും ഒരു ബിരിയാണിയായിട്ട് വരുവാണേ. പറയാതിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ പൊന്നോ കിടിലം ബിരിയാണിയായിരുന്നു, ഒരു രക്ഷയില്ല. ഗാലക്സി അവരുടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ, അവിടെ ഇങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ട്. ഞാനും അടൂർ ഗാലക്സിയിലാണ് പഠിച്ചത്. അപ്പോൾ പിന്നെ അതുകൊണ്ടല്ല, ഫുഡ് നല്ല കിടിലൻ ഫുഡായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല, അത്രയും അടിപൊളി ഫുഡായിരുന്നു. ബീഫ് ബിരിയാണിയാണ്. ഈ ബീഫ് ബിരിയാണി ഇങ്ങനെ ചൂടോടെ നമ്മുടെ പാത്രത്തിലോട്ട് വീഴുമ്പോൾ കിട്ടുന്ന ഒരു മണം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ മസാല ഇവർ നമുക്ക് ആവശ്യത്തിനും കൂടുതലും വാരി ഇടുമായിരുന്നു. നമ്മുടെ വയറ് പൊട്ടുന്ന അത്രയും നമുക്ക് തരും. പിന്നെ എനിക്ക് സാലഡ് ഇഷ്ടപ്പെട്ട്, ബീട്രൂട്ട് ഇടുന്നതുകൊണ്ടാണ് ഈ കളറല്ലേ. പിന്നെ ഞാനും ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചത് കൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കും, ഇടയ്ക്കൊക്കെ വീട്ടിലുണ്ടാക്കണമല്ലോ. അപ്പം അത് പോട്ടെ. പിന്നെ ഞാൻ അങ്ങോട്ട് ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ്. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ഈ അച്ഛൻ രാവിലെ ചോറൊക്കെ കൊടുത്തു വിട്ട സാമഗ്രികളെല്ലാം വലിച്ചു വാരിയൊക്കെ അടുക്കള ഇട്ടേക്കുമായിരുന്നു. അതെല്ലാം ഞാൻ അങ്ങോട്ട് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം ഒതുക്കി പിറക്കി കഴുകാൻ വേണ്ടി ഞാൻ അപ്പുറത്ത് കൊണ്ടിടുവാണേ. എന്താണെന്നറിയത്തില്ല, ഇപ്പോൾ വന്ന് ഭയങ്കര മടിയാണ് എനിക്ക്, അല്ലേ.
ഈ ജോലി ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നി. ഫുൾ ടൈം ഇങ്ങനെ കിടക്കുക, ഫോണിൽ കളിക്കുക, ഇത് തന്നെയാണെന്ന് തോന്നി എൻ്റെ ഒരു പരിപാടി. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇന്നും മഴ 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 നല്ലപോലെ ചാറി പെയ്തു എന്ന് തന്നെ പറയാം. പിന്നെ രാത്രി ഉള്ളുമാർക്ക് ഞാൻ മാഗി മേടിച്ചുകൊണ്ട് കൊടുത്തേ, നമ്മുടെ ഇപ്പി. അപ്പോൾ എന്നും ഇപ്പിയൊന്നും കഴിക്കില്ല, വല്ലൊരു കാലത്ത് സോനു എന്നോട് 3-4 ദിവസം മുമ്പ് എന്ന് വെച്ചാൽ അവൾ വരുന്നതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പി വേണമെന്ന്. ഞാനതങ്ങ് വിട്ടുപോയി. ഇന്ന് കടയിൽ പോയപ്പോഴാണ് അത് ഓർത്തത്. പിന്നെ എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ BP ചെക്ക് ചെയ്ത്, അപ്പോൾ BP കുറച്ച് കുറവാണ്. അപ്പോൾ എന്തായാലും ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ആദ്യം ഒരു ചായ കുടിച്ചിട്ട് നേരെ ഞാനൊരു കോഫി, അവരെന്നോട് കോഫി കഴിക്കാൻ പറഞ്ഞു. ഞാനിപ്പോൾ കോഫിയും നന്ദുവിന് നാളെ കൊടുക്കാൻ ഒരു ബൂസ്റ്റും മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുവാണേ. പാല് മേടിച്ചായിരുന്നതിനൊപ്പം, കാരണം വീട്ടിൽ വന്നിട്ട് ഒരു കോഫി ഇട്ട് കുടിച്ചപ്പോഴാണ് എൻ്റെ പൊന്നോ തലയൊന്ന് നേരെ നിന്നത്. ഞാൻ വന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും നന്ദു താണ്ട് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നു. പിന്നെ എൻ്റെ ഒരു മാല എടുത്തിട്ടിട്ട് ഭയങ്കര ഡാൻസായിരുന്നു. എന്നെ കാണിക്കാൻ വേണ്ടി എൻ്റെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരം, ആൾക്ക് കളിക്കാനൊന്നും അറിയത്തില്ല, പിന്നെ എങ്ങനെയൊക്കെയോ ആൾ ഒപ്പിച്ചെടുത്തു, അങ്ങനെയൊക്കെ തന്നെ പറയാം. പിന്നെ ആണെങ്കിൽ പാവം കളിച്ച് ഉരുണ്ടടിച്ച് താഴെ വീണു കേട്ടോ. പിന്നെ പെട്ടെന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചാടി എണീറ്റ്. അപ്പം ഇത്രയുള്ളൂ. ബായ്.